കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയിൽ ജസ്റ്റിസ് കമാൽ പാഷയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ തന്നെ മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ ഈ ആരോപണങ്ങൾ? ഒരു മാധ്യമപ്രവർത്തക അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഒരു പേജിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, വാട്സാപ്പിൽ അയച്ചിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചു നോക്കി. എനിക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതേ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത് പണ്ട് എനിക്ക് ഒത്തിരി ഉപദ്രവം എനിക്ക് ഉണ്ടാക്കിയതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതങ്ങ് കളഞ്ഞതാ, അങ്ങ് തീർന്നതാണ്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ട് വളരെ അടുപ്പം സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ ഇവിടെ കാക്കനാടുള്ള സ്ഥാപനത്തിലൊക്കെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തോടൊപ്പം ഒക്കെ അങ്ങനെ കഴിഞ്ഞതാണ്. പല പ്രാവശ്യമായിട്ട് പിന്നെ എന്നെ അവിടെ ആ സ്ഥാപനത്തിൽ ഒരുപാട് പ്രോഗ്രാംസിന് വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ സമയമില്ലാത്തതുകൊണ്ടും അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ അങ്ങ് ഒഴിവാക്കുകയാണ് പതിവ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് അദ്ദേഹം വരുന്നുണ്ട്. അത് അദ്ദേഹത്തിനോടൊപ്പം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞ് 2 ദിവസം മുമ്പ് എന്നെ ഒരാളെ കൊണ്ട് വിളിപ്പിച്ചാണ്. ഇതുപോലെ ഈ ചതുവും കാണിച്ച് വെച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ അവിടെ മർക്കസിലും അതേപോലെ തന്നെ വയനാട് ഭാഗത്ത്, അതായത് അടിവാരത്തിനടുത്തായിട്ടങ്ങ് എന്തോ ലോ കോളേജോ ഏതുകൊണ്ട് അവിടെ എനിക്കൊന്ന് പ്രസംഗിക്കണമെന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ പലവിധ സാമ്പത്തിക ആരോപണങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം ഞാൻ അത് ബുദ്ധിപൂർവ്വം ഞാനങ്ങ് ഒഴിവാക്കിയതാണ്. ഞാൻ ഇതൊന്നും പറയാൻ നിന്നതല്ല, ഞാൻ ഇപ്പോഴും ഇത് പറയത്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ വന്നുകൊണ്ടാണ് ഇത് പറയാനിടയായത്. അപ്പോൾ ഇത് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഒരാളെ എഴുതി വെക്കുന്നതല്ലേ, അത് റെക്കോർഡായിട്ടെന്നും ഇരിക്കുമല്ലോ, സാരമുള്ളതല്ല. ഇനി അതിൻ്റെ സത്യസ്ഥിതി മുഴുവനായിട്ട് ഞാൻ വിവരിച്ച് എൻ്റെ സർവീസ് സ്റ്റോറി ഉണ്ട്, അതിനകത്ത് എഴുതുന്നുണ്ട്. അതിനകത്ത് വേണ്ടാന്ന് വെച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ ഇനി അത് വൃത്തിയായിട്ട് അങ്ങ് എഴുതും. അതാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. ഈ ചേകനൂർ കേസാണല്ലോ പ്രധാനമായിട്ടും ഒരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് വരുന്നത്. അതെ, അതായത് ഞാനിവിടെ CBI ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഈ കേസ് വന്നതാണ്. അപ്പോൾ ആ കേസ് അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അതിലെ ചേകന്നൂരിൻ്റെ ഭാര്യ, അത് കൊലക്കേസാണ് വന്നേക്കുന്നത്. അന്ന് അത് ചേകന്നൂരിൻ്റെ ഭാര്യ അതിലൊന്നാം സാക്ഷിയാണ്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവർ വളരെ വിശദമായിട്ട് മൊഴി തരികയാണ്. അതിനകത്ത് തരുന്നതെല്ലാം നമ്മുടെ കാന്തപുരം മുസ്ലിയാർക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. ആ മൊഴിയെടുത്ത് നോക്കിയാൽ അറിയാം, ചീഫ് എക്സാമിനേഷൻ മുഴുവനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ 1-2 സാക്ഷികളെയും വിസ്തരിച്ചു. അവരെല്ലാം ഇതേപോലാണ്. കാരണം ഇദ്ദേഹം ഈ ചേകന്നൂരിനെ ഇത് കൊല്ലുന്നവൻ ഷഹീദാകും എന്നുള്ള ഒരു എക്സോർട്ടേഷൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് അതിനകത്ത് പറയുന്നത്. ഞാൻ കേട്ടിട്ടൊന്നുമില്ല, എനിക്കറിയാൻ വയ്യ. ഭാര്യയുടെ മൊഴിയുണ്ട്, വേറെ ആരാണ്ടയുടെയൊക്കെ മൊഴിയുണ്ട്, 1-2 പേരുടെ മറന്നുപോയി. ബാക്കി ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള 2004-ലോ 2005-ലോ ആണ്. അത് കാരണം എനിക്ക് മുഴുവനായിട്ട് ഓർമ്മയില്ല. 2005-ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ അപ്പം നിയമാനുസരണം ഇതുപോലെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ പ്രതിയല്ലെങ്കിൽ അയാളെ നമ്മുടെ ക്രിമിനൽ നടപടി നിയമം ഈ 319 വകുപ്പ് അനുസരിച്ച് പ്രതിയാക്കണം. അത് പ്രതിയാക്കി. എനിക്കിപ്പോൾ ഈ കാന്തപുരം എന്ന് പറയുന്നത് ആരാന്ന് പോലും എനിക്കറിയില്ലെന്ന്, ഇത്രയും വലിയ ആളാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഞാൻ ഈ പിടിപാടുമൊന്നും നോക്കാറില്ല. എൻ്റെ മുമ്പിൽ വരുന്ന കേസ് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാറുണ്ട്, അല്ലാതെ എനിക്ക് വേറെന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഗൂഢാലോചന വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാനുമായിട്ടൊരു ഗൂഢാലോചനയില്ല ആരും. എനിക്ക് പിന്നെ രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചുള്ള ഗൂഢാലോചനയ്ക്ക് അറിയാൻ വയ്യ എന്തുവാന്ന്. അതുകൊണ്ട് ഒരു ഗൂഢാലോചനയുടെയും കാര്യമല്ല, നിയമം അനുസരിച്ച് ചെയ്തതാണ്. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ ആ ഓർഡർ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിൽ പോയി. അന്ന് ഇരുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി വളരെ വികലമായ ഒരു ഉത്തരവ്, അതായത് അത് തെറ്റാണ്, അതായത് ആ നിയമവശം ശരിയായിട്ട് മനസ്സിലാക്കാതുള്ള ഒരു ഓർഡറാണ് അത് എഴുതിയിട്ട് എൻ്റെ ഉത്തരവിനെ അസ്ഥിരപ്പെടുത്തി. എനിക്കത് പ്രശ്നമൊന്നുമില്ല, കാരണം ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. അതിൻ്റെ മേളിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ മേളിൽ വല്ല നടപടി ഉണ്ടായോന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഉത്തരവിനകത്ത് ഇതുപോലെ കമാൽ പാഷ എന്ന് പറയുന്ന സീനിയറായിട്ടുള്ള ഒരു സ്പെഷ്യൽ ജഡ്ജി ഇങ്ങനെ എന്നും പറഞ്ഞ് എൻ്റെ പേരെടുത്ത്, ഒരിക്കലും പറയാറില്ല, മനഃപൂർവ്വമാണ് എൻ്റെ പേരെടുത്ത് പറഞ്ഞു, എന്നെ ആക്ഷേപിക്കാനാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അത് ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി പോയി. കാരണം എൻ്റെ പേരിങ്ങനെ പറഞ്ഞേക്കുന്നത് സ്ട്രിച്ചറാണ്, എനിക്കെതിരെ ഇതുപോലെ സ്ട്രിച്ചർ വന്നത് മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ്, മനഃപൂർവ്വം അതിന് വേണ്ടി തന്നെ ചെയ്തതാണ് എന്നുള്ളത് ഞാൻ സുപ്രീം കോടതിയിൽ പോയി. സ്വന്തം കാശും ചിലവാക്കിയാണ് പോകുന്നത്, അതാ കാര്യം. ഏതായാലും സുപ്രീം കോടതി അത് എനിക്കെതിരെയുള്ള സ്ട്രിക്ചറായിട്ട് പരിഗണിക്കാൻ പാടില്ല എന്നും അത് എൻ്റെ ഫ്യൂച്ചർ സർവീസിനെ ബാധിക്കാൻ പാടില്ലെന്നുള്ള ഉത്തരവ് സുപ്രീം കോടതി തന്നു. എനിക്ക് മതി,
വേറെ കാര്യമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞാൻ ഈ കേസ് അവസാനം ഒഴിവാക്കേണ്ടതായിട്ട് വന്നു എൻ്റെ മുമ്പിൽ നിന്ന്. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കേസും ഞാൻ അവോയ്ഡ് ചെയ്യാറില്ല. ഇത് ഞാൻ ഹൈക്കോടതിയിൽ എഴുതേണ്ടതായിട്ട് വന്നു എൻ്റെ മുമ്പിൽ നിന്ന് ഇതൊന്ന് മാറ്റണമെന്ന്. കാരണം എനിക്കങ്ങോട്ട് ശല്യം തുടങ്ങി. ശല്യം എന്ന് പറഞ്ഞാൽ ഈ കാന്തപുരത്തിൻ്റെ മകൻ വാദിയായിട്ട് ഒരു കമാലിയ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത ഒരു സാധനമാണ്. അതിനെക്കുറിച്ചൊരു കേസ് കൊടുത്തു. അതിനകത്ത് എന്നെയും കൂടെ പ്രതിയാക്കി. ഞാൻ ആ ട്രസ്റ്റിൽ അംഗമാണെന്നാണ് ആരോപണം. അവസാനം പേര് കേട്ടാൽ കമാലും കമാലിയൊക്കെ ഒരുപോലെ ഇരിക്കുമല്ലോ. കേൾക്കുന്നവർക്ക് ഒരു വിശ്വാസ്യത അതിനകത്ത് വരും. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയോ, ഇവരൊക്കെ കൂടെ ചെയ്തു വെച്ചേക്കുന്ന പണിയാണ്. ഈ കമാലിയ ട്രസ്റ്റിനകത്തിൻ്റെ ഒരു മീറ്റിങ്ങിനകത്ത് ഞാൻ പങ്കെടുത്തു എന്നാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. നോക്കിയപ്പം ഏത് മീറ്റിംഗ് ആണെന്നുള്ളത് അന്വേഷിച്ചു. അതിൻ്റെ രേഖകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ, ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞൊരു മിനിറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ഒപ്പിട്ടിട്ടുണ്ട്. ഒരു വികലമായ ഒപ്പ്, അക്ഷരാഭ്യാസമുള്ള ഒരാളുടെ ഒപ്പല്ല അത് ഇട്ടേക്കുന്നത് കേട്ടോ, അങ്ങനെയുള്ള ഒരാൾ ഒപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇതെന്തോ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഇത് കരുതി കൂട്ടി ചെയ്തേക്കുന്നതാണെന്ന്. പക്ഷേ ആ ഭാഗ്യത്തിന് ആ ഡേറ്റ് അന്വേഷിച്ചപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ അതിനിടെ ഹൈക്കോടതി പരാതി കൊടുത്തു. ഞാനിതുപോലെ ഈ ട്രസ്റ്റിൻ്റെ പേരിൽ നടക്കുന്നു, ട്രസ്റ്റിന് പണം പിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. അന്നേരം നോക്കിയപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഭാഗ്യത്തിന് ആ ദിവസം ഞാൻ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിൽ ഭോപ്പാലിൽ നമ്മുടെ ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തോടൊപ്പം ഞാൻ ആ അക്കാഡമിയിലുണ്ട്. ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ഞാൻ ഈ കുന്നംകുളത്തോ കുന്നംകുളത്തോ ആ ഭാഗത്തം കണ്ടാണ് അവിടെ വെച്ചുള്ള മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തെന്നാണ്. അന്ന് ഞാൻ ഭോപ്പാലിലാണ്. ഫ്ലൈറ്റിൽ പോയി, ഫ്ലൈറ്റ് വന്നു. ഈ ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ഹൈക്കോടതിയിൽ നിന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത്, അവർക്ക് വേറെ പരിശോധിക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടതിനകത്ത് ഇല്ല, ഈ അലിഗേഷനകത്ത് ഞാൻ കുരുങ്ങിപ്പോവും. കള്ളത്തരം എഴുതി വെച്ചതാണെന്ന് ഞാൻ അങ്ങോട്ട് അതിന് മെമ്പറാണെന്ന് പറയത്തില്ലേ. അപ്പോൾ ഇത്രയും കള്ളം എഴുതിയപ്പോൾ മനസ്സിലായി ഇതല്ലെന്ന്, ഹൈക്കോടതിക്ക് മനസ്സിലായി. അങ്ങനെ ആ ഡിസിപ്ലിൻ ആക്ഷൻ ഡ്രോപ്പ് ചെയ്തതാണ്. ഇല്ലേ ഞാൻ വളരെ വിഷമിച്ചവനെ. പിന്നെ ഞാൻ ആലോചിച്ച് ഇതുപോലെ വീണ്ടും വീണ്ടും കേസുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ സിവിൽ കേസൊക്കെ ഞാൻ നടത്തണ്ടേ, എനിക്കിതിന് സമയമില്ല, സൗകര്യമില്ല, ബദ്ധപ്പാടാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു അതിപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, എനിക്ക് ശരിയായ അഡ്വൈസൊക്കെ തരുന്ന ഒരു വളരെ മുതിർന്ന ജഡ്ജി, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, കമാൽ പാഷ എന്തിനാണ് ഇതും കൊണ്ട് നടക്കുന്നത്, ഇത്രയും ഒഴുക്കിനെതിരെ ഇങ്ങനെ നീന്താൻ എത്ര നാൾ പറ്റും, ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു. ഞാൻ വിചാരിച്ച് എൻ്റെ മുമ്പിൽ നിന്ന് ഈ കുന്തം അങ്ങ് പോട്ടെന്ന് വിചാരിച്ച് ഞാൻ എഴുതി കൊടുത്തു. അതോടുകൂടി എനിക്ക് ഉപദ്രവമില്ല. ഈ ചേകനൂർ കേസുമായി ബന്ധപ്പെട്ടാണ് മുഴുവൻ സമ്മർദ്ദങ്ങളും വന്നതെന്നാണോ? അതെ അതെ അതെ, ഇതിനു വേണ്ടി മാത്രമാണത്. എൻ്റെ മുമ്പിൽ നിന്ന് ഈ കേസ് മാറണം, ഞാനിത് എടുക്കരുത് ഈ കേസ്, അതിനു വേണ്ടി മാത്രമാണ്. അതിനകത്ത് അയാൾ വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇവിടെ പണമുള്ളവർക്കും സ്വാധീനമുള്ളവർക്കും ഒക്കെ എന്തും ആവാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ജുഡീഷ്യൽ ഓഫീസറെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരെയും കിട്ടത്തില്ലല്ലോ. ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടത് ഈ തെളിവ് കാരണമാണ്. കാരണം ഞാൻ അതിലുണ്ടെന്ന് പറഞ്ഞ ദിവസം ഞാൻ ഇല്ല, ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, കേരളത്തിലില്ല. അപ്പോൾ പിന്നെ അത് കള്ളം എഴുതി വെച്ചതാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ്. എന്നിട്ട് ഈ ഹൈക്കോടതിയുടെ വിധി ഉണ്ടല്ലോ, അത് ശരിയല്ലാത്ത വിധിയാണ്, തെറ്റാണ്. ഹൈക്കോടതി പറഞ്ഞത് ഇദ്ദേഹത്തിന് ഈ സാക്ഷികളെ ക്രോസ് വിസ്തരിക്കാനുള്ള അവസരം കൊടുത്തില്ല, അതിന് മുമ്പ് പ്രതിയാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ അവസരം കൊടുക്കണമായിരുന്നെന്ന്. ഒരിക്കലും ഒരു പ്രതിയാക്കാൻ പോകുന്ന ഒരാളെ വിളിച്ച് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഇതാണ്ട ഇവരെയൊക്കെ ക്രോസ് വിസ്താരം നടത്താൻ പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. ക്രോസ് വിസ്താരം നടത്തേണ്ടത് ആ കേസിലെ യഥാർത്ഥ അന്ന് പ്രതികൾ ആരുണ്ടോ അവർക്കേ പറ്റുള്ളൂ. അപ്പോൾ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ വിധി, ഈ ഓർഡർ ഞാനൊന്നും അനങ്ങാൻ പോയില്ല. ഏതാണ്ട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി തത്തുല്യ ഇതേപോലുള്ള ഫാക്ട്സ് ഉള്ള ഒരു കേസിനകത്ത് ഇതേപോലെ ഒരു പ്രതിയാക്കപ്പെട്ട ഒരാളിൽ കൊടുത്ത കേസിനകത്തൊരു വിധി വന്നു. അയാൾക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റില്ല, ക്രോസ് എക്സാമിനേഷൻ അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു അത് തെറ്റാണ്, ക്രോസ് എക്സാമിനേഷനൊന്നും അവസരം കൊടുക്കാൻ ഒക്കത്തില്ല, അതിൻ്റെ അവസരം ഇപ്പോഴല്ല, അയാളെ പ്രതിയാക്കണം, പ്രതിയാക്കി കഴിഞ്ഞിട്ട് അയാൾക്ക് വിചാരണയിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വന്ന് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് കണ്ടു സുപ്രീം കോടതി. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞു പോയില്ലേ. അതാണ് സംഭവം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചേകനൂർ കേസിൽ താങ്കൾ കണ്ടെത്തിയ വസ്തുതകൾ പൂർണ്ണമായും നേരത്തെ കണ്ടെത്തിയ വസ്തുതകൾ, പ്രതിയാക്കിയത് ഉൾപ്പെടെയുള്ള നടപടികൾ ശരിയായിരുന്നു എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോഴും പറയുന്നത്. പക്ഷേ സമ്മർദ്ദം ചെലുത്തി അത് വേറെ രൂപത്തിലേക്ക് താങ്കൾ അത് എന്നെ ഒഴിവാക്കി തരണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തായിരിക്കും ഈ സമ്മർദ്ദത്തിൻ്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കുന്നത്?
അതൊക്കെ അതിനകത്തുനിന്ന് എൻ്റെ മുമ്പിൽ ആ കേസ് നടത്തി കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, എനിക്കറിഞ്ഞൂടാ. അന്നുള്ളത് തെളിവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ തെളിവാകണമെന്നുണ്ടെങ്കിൽ ക്രോസ് വിസ്താരമൊക്കെ നടത്തി, അതായത് വിചാരണയിലേ മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇത് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ സത്യമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല, കാരണം അത് എൻ്റെ വിഷയമല്ല. അത് പിന്നെ ഒരു കാലത്താണ്. പക്ഷേ അദ്ദേഹത്തിന് ആരോപണങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ കള്ളമാണെന്ന് ആരുന്നുണ്ടെങ്കിൽ അത് ക്രോസ് എക്സാമിനേഷനൊക്കെ നടത്തി, ആ വിചാരണ നേരിട്ടിരുന്നെങ്കിൽ ക്രോസ് എക്സാമിനേഷൻ നടത്തി അതിൽ നിന്ന് മുക്തനാവാമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്കത് ഈ കാര്യമൊന്നുമില്ല, അതാ ഓരോരുത്തരുടെ കാര്യം. പക്ഷേ അത് എന്നെ ഉപദ്രവിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടുത്ത എൻ്റെ കാരണം എന്നെക്കൊണ്ട് ഇനി ഉപദ്രവമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഈ രീതിയിലാണ് ഓരോരുത്തരും നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇപ്പോൾ അത് റെക്കോർഡായിട്ട് എഴുതി വെച്ചേക്കല്ലേ, സാരമില്ല, അദ്ദേഹം എഴുതിക്കോട്ടെ. ഞാനും എഴുതുന്നുണ്ട്, എൻ്റെ സർവീസ് സ്റ്റോറി തീർന്നിരിക്കുകയായിരുന്നു മലയാളത്തിൽ. ഇത് ഞാൻ യഥാർത്ഥത്തിൽ ഒരുപാട് കേസുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ഞാൻ അതങ്ങ് ഒഴിവാക്കിയതാണ്. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് സമയം എനിക്ക് 2 ദിവസം ചിലവാക്കണമെന്നുള്ളേ ഉള്ളൂ. അത് ഞാൻ വിശദമായിട്ട് ഞാൻ അതിലങ്ങ് എഴുതും, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം അത് റെക്കോർഡായിട്ട് വരട്ടെ. ഇപ്പോൾ ഏതായാലും ഇത് മുമ്പേ വന്നത് നന്നായി. ഞാനത് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്ന് പോയിരുന്നെങ്കിൽ ഇതെനിക്ക് പറയാനൊരു വേദി കിട്ടത്തില്ലല്ലോ. ഇപ്പോൾ ഏതായാലും അതിനൊരു വേദി ഉണ്ടായി. ഒരിക്കലും എൻ്റെ ഉത്തരവുകൾ ശരി എന്ന് ഞാൻ സ്ഥാപിക്കാൻ പാടില്ലാത്തതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനിത് പറയത്തുമില്ല. കാരണം ഇതേപോലെയൊക്കെ എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെക്കോർഡല്ലേ. ഒരാൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ ഇതുപോലുള്ള വർത്തമാനം എഴുതി വെക്കുക, കമാൽ പാഷ ഗൂഢാലോചന നടത്തി എന്നൊക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ കാന്തപുരം മുസ്ലിയാരെന്ന് പറയുന്നത് ആരുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഞാൻ പറയാനുള്ള കാര്യം ആരെക്കുറിച്ചായാലും പറയും. പിന്നാന്നോ കാന്തപുരം? എനിക്കെന്തോ ഇതിനകത്ത്? ഞാൻ അദ്ദേഹം എൻ്റെ ആത്മീയ നേതാവോ അതൊന്നുമല്ല, ഞാൻ ആ ഗ്രൂപ്പിലൊന്നും ഉള്ള ആളുമല്ല. ഞാനൊരു മുസ്ലിമാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിലൊന്നും പെടുന്ന ആളല്ല. ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാണെന്നോ പിന്നെ ഈ ഏതാണ്ട് വേറെയൊക്കെ ഉണ്ടല്ലോ, മുജാഹിദാണോ അല്ലെങ്കിൽ ഈ സുന്നി EK ആണോ AP ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നുമല്ല. ഞാനൊരു മുസ്ലിമാണെന്ന് എനിക്കറിയാം. എനിക്ക് ഈ ഗ്രൂപ്പും അതൊന്നുമില്ല. ഇദ്ദേഹം എൻ്റെ ആരുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തായിരിക്കും ഈ ചേകനൂർ കേസിനപ്പുറത്ത് താങ്കളുമായുള്ള ഈ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് കാരണം? അതറിയത്തില്ല. ചിലപ്പോൾ ഈ ഇടതുപക്ഷക്കാരെ ഞാൻ ഒരുപാട് വിമർശിക്കാറുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിമർശിക്കുന്ന, അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉള്ളതല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണെന്നോ അല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താ കാര്യം എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ ഇത് വല്ല രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. അതൊന്നും ഈ പ്രശ്നമല്ലെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കെന്താ ഇതൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇതുണ്ടല്ലോ, ഈ ട്രൈബൽ ഇതിനൊന്നും ഞാൻ മറുപടി പറയേണ്ടതേ അല്ല. പിന്നെ ഇത് നിർബന്ധമായിട്ട് ചോദിച്ചുകൊണ്ട് ഒരു ചാനലിൽ ഇതൊക്കെ എഴുതി വന്ന് കാണിച്ചത് കൊണ്ട് മാത്രം ഞാനിതിന് അങ്ങ് തയ്യാറായി പോയതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും മറുപടി ട്രൈബൽസ് ഇതാര് നോക്കാനാണ് ഇതൊക്കെ? അദ്ദേഹം എന്നെക്കുറിച്ച് ഇതുപോലൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടെന്ന് മാത്രം ഉള്ളൂ ഞാൻ കരുതുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പം താങ്കൾ സർവീസ് സ്റ്റോറിയിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തും. അത് ചേകനൂർ കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണോ, അതല്ല മറ്റു വിഷയങ്ങൾ കൂടിയുണ്ടോ? അല്ല, അന്ന് നടന്നേക്കുന്ന എൻ്റെ കോടതി നടന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാറുണ്ട്. ബാക്കി എല്ലാ കേസിലും എഴുതിയിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ കേസിനകത്ത് എഴുതി വെക്കും. അതെന്തോ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമേ എഴുതുള്ളൂ, കള്ളം ഒന്നും എഴുതത്തില്ല. ഈ പറഞ്ഞതിനകത്ത് ലെവലേശം കള്ളമില്ല, ഈ സത്യമാണിത്. എനിക്കിതിനകത്ത് ഒരു താല്പര്യമുള്ളതല്ല. ഈ ചേകന്നൂർ എൻ്റെ ആരുമല്ല. ഈ ചേകന്നൂരിൻ്റെ പിന്നെ പ്രിൻസിപ്പിൾസൊന്നും ഞാൻ ഫോളോ ചെയ്യുന്ന ആളല്ല കേട്ടോ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യാതൊരു കാര്യവും എനിക്കില്ല. അതാ എനിക്ക് ചിരി വരുന്ന കാര്യം. ഈ ചേകന്നൂരും എൻ്റെ ആരുമല്ല, ഈ കാന്തപുരം എൻ്റെ ആരുമല്ല. എനിക്ക് ഇവരുടെ ആശയങ്ങളോടൊന്നും യാതൊരു പൊരുത്തമുള്ള ആളല്ല, പൊരുത്തപ്പെടുന്ന ആളുമല്ല ഞാൻ. അപ്പോൾ പക്ഷേ പിന്നെ ഇത് പറയുന്നത് എന്തോ ലക്ഷ്യം വെച്ചാണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പോട്ടെ. ഇപ്പം ചേകനൂരിൻ്റെ ഭാര്യ, അതോടൊപ്പം തന്നെ മറ്റു ചില മൊഴികൾ, അത് കണ്ടെത്തിയിട്ടാണ് താങ്കൾ ഈ കാന്തപുരത്തെ പ്രതിയാക്കുന്നത്. ചീഫ് എക്സാമിനേഷൻ മാത്രമാണ്, ആരോപണങ്ങൾ മാത്രമാണ്. അത് തെളിവെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം അത് ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞാലേ അത് തെളിവായിട്ട് മാറുള്ളൂ. അതുവരെ അത് ആരോപണങ്ങളേ ആവുള്ളൂ. ആ ആരോപണങ്ങളാണ് എൻ്റെ കോടതിയിലെ ആരോപണങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതിയാക്കിയത്. അല്ലാതെ അത് സത്യമാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സ്റ്റേജ് അല്ല അത്. അതാ കാര്യം. ഇതല്ലാത്ത വേറെ എന്തെങ്കിലും തർക്കം അദ്ദേഹമായിട്ടുണ്ടോ?
അയ്യോ ഒന്നുമില്ല. ഇങ്ങനൊരു കേസ് വന്ന് ഈ കാന്തപുരത്തിനെ അന്നാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അതിന് മുമ്പ് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ഒരാളല്ല. ഞാൻ ഈ തെക്കൻ കേരളത്തിലുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ആളാണ്. അവിടെ അങ്ങ് ഈ കാന്തപുരം എന്ന് പറയുന്ന ആളിനെ ഒന്നും ആർക്കും അറിഞ്ഞൂടാ. ഞങ്ങൾക്കാർക്കും, എനിക്കും അറിഞ്ഞൂടാ. ഞാൻ സത്യത്തെ ആദ്യം വിചാരിച്ചെന്തെന്നറിയോ, കുറേ തലയെക്കെട്ടുകാർ ഇതിൽ കയറി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ആരെങ്കിലും ആയിരിക്കും കാന്തപുരം എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ മൊഴി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗമായപ്പോൾ നിങ്ങളെല്ലാം എപ്പോഴും പേര് പറയുന്നത് എന്താ, ഇതിലേത് പ്രതിയെന്ന് ചൂണ്ടിക്കാണിച്ചാൽ പോരെയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ പ്രതിയെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ A1 എന്നല്ലേ A2 അല്ലേ A3 എന്ന് എഴുതിയാൽ മതിയല്ലോ. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ എഴുതി പോകണ്ട. എനിക്ക് മെനക്കേടായപ്പോൾ ഞാൻ ഇത് അവരുടെ അടുത്ത് പറഞ്ഞു. അന്നേരം ആ പറയുന്ന പ്രതിയല്ലെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രതിയല്ലാത്ത? ഉടനെ പത്രങ്ങളിൽ പിറ്റേന്ന് കാന്തപുരം എന്തുകൊണ്ട് പ്രതിയല്ല ആയില്ല. ഇത് തീർന്ന്. അപ്പോൾ അതോടുകൂടിയൊക്കെ ആയിരിക്കും ഈ പ്രകോപനം ഉണ്ടായത്. എനിക്കറിയത്തില്ല. എന്തായാലും അതെനിക്കങ്ങ് അവസാനം വലിയ ശല്യമായിട്ട് മാറി. ഒരാളെ ഒരു ജുഡീഷ്യൽ ഓഫീസർ ഹരാസ് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഹരാസ്മെൻറ്റ് വന്നു. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ജോലിയിൽ ഇങ്ങനൊരു വലിയ കുഴപ്പമുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിലിരുന്നാൽ ഈ ശല്യമില്ല. പക്ഷേ അതിന് താഴോട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ ഇത് ചോദ്യം ചെയ്യാനൊക്കെ ആളുണ്ട്. മറ്റേത് ഹൈക്കോടതി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ചോദിക്കാനൊന്നുമില്ല. ഇമ്പീച്ച്മെൻ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. അത് എളുപ്പമുള്ള കാര്യവുമല്ല. ഇതൊന്നും ഇവരാരും വിചാരിച്ചാലൊന്നും ഇമ്പീച്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇത് അങ്ങ് ശല്യമാവും. ശല്യമായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകും. അതാ കാര്യം. ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് അത് മീറ്റ് ചെയ്യാനൊക്കത്തില്ല ഒരിക്കലും. അത് കാരണം അത് ഹൈക്കോടതി ഇടപെടും. ആ ഇടപെടലിലെല്ലാം കൂടെ നമ്മൾ ആകെപ്പാടെ അങ്ങ് ബത്തപ്പാടിലാവും. ഇപ്പോൾ ഈ താങ്കൾ എഴുതാൻ പോകുന്നത് ഈ വിഷയത്തിൽ തന്നെയുള്ള മറുപടിയാണോ? അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ ഒരു കേസ് ഞാൻ ഒഴിവാക്കി വെച്ചിരുന്നതാണ്. ബാക്കിയുള്ള മിക്കവാറും കേസുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അങ്ങ് ഉൾപ്പെടുത്തും, അത്രയേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. ഇത് സമാനമായിട്ടുള്ള കേസാണ് ഈ ഇമാം റാസി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കമാലിയ കോളേജിലെ വിഷയം. താങ്കളെ മീറ്റിങ്ങിൽ പങ്കെടുത്തതായിട്ട് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇതുവരെ ഈ കേസുണ്ടാകുന്നവർ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഈ കേസുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ കമാലിയ ട്രസ്റ്റും ഒക്കെ പൊങ്ങി വരുന്നത്. അതിനു മുമ്പ് എനിക്കറിഞ്ഞൂടാ. അതിന് മുമ്പ് കോഴിക്കോട് വെച്ച് ഏതോ ഒരു 1-2 മുസ്ലിം സംഘടനകളൊക്കെ കൂടെ ചേർന്നുള്ള ഒരു കേസിനകത്ത് ഒരു വിധി പറയാനിടയായിട്ടുണ്ട്. ആ പറഞ്ഞ കേസിനകത്തെ ഒരു കക്ഷിയാണ് ഈ ഹൈക്കോടതി പരാതി അയച്ചത് ഇത് സംബന്ധിച്ച്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ഒരു വലിയ അത് ഗൂഢാലോചനയെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഗൂഢാലോചന എനിക്കെതിരെ നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഇത് ചേർത്ത് വായിച്ച് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ സംശയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾ മുസ്ലിം ലീഗ് അതിന് ശ്രമിച്ചു. അതിലൊരു ബോർഡ് അംഗമായിരുന്നു എന്നാണ് ലീഗ്. മുസ്ലിം ലീഗ് ആ ട്രസ്റ്റിനെ മറികടക്കാൻ ശ്രമിച്ചു. വ്യാജരേഖകളുണ്ടെങ്കിൽ അതിൽ താങ്കൾ അംഗമായിരുന്നു എന്നാണ് ആത്മഹത്യ. അങ്ങനെയല്ല. മുസ്ലിം ലീഗിൻ്റെ എനിക്കറിയത്തില്ല. അങ്ങനെയല്ല ഇതീ പറഞ്ഞേക്കുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് തട്ടിയെടുക്കാൻ പോയെന്നോ? ഞാനൊന്നും തട്ടിയെടുക്കാൻ പോയിട്ടില്ല. ഞാൻ മുസ്ലിം ലീഗല്ല. ഒന്നാമത് എനിക്ക് ആ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ ഞാൻ വിമർശിച്ചേക്കുന്ന പോലെ വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഞാൻ വിമർശിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ലീഗുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതിൽ കുറേ ആളുകളൊക്കെ എനിക്കറിയാം. എന്നെ കാണാനൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. ആ കൂട്ടത്തിൽ ചിലരൊക്കെ വരാറുണ്ട്. സത്യത്തിൽ ആ ട്രസ്റ്റിനകത്ത് ബോർഡ് അംഗമായിരുന്നോ? അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞൂടെ? ഞാൻ മനസ്സറിഞ്ഞ കാര്യമല്ല, ഞാൻ അറിഞ്ഞിട്ടേ ഉള്ളതല്ല. അയാൾ നോക്കിയപ്പോൾ ഒരാൾ വിചാരിച്ചപ്പോൾ കുറേ ആളുകളെ കൊള്ളാവുന്നവരുടെ പേരെഴുതി വെക്കണമല്ലോ. അങ്ങനെ എൻ്റെ പേരും കൂടെ അതിനകത്ത് അങ്ങ് എഴുതി വെച്ചു. അപ്പം ഒപ്പിടാനൊന്നും പറ്റാത്തത് കൊണ്ട് ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ്റെ ഒരു ഒപ്പാ വരച്ചു വെച്ചേക്കുന്നതിനകത്ത് കമാൽ പാഷയെന്ന് എഴുതിയിട്ട് അതിൻ്റെ പേരുമൊക്കെ തെറ്റാണ് എഴുതിയേക്കുന്നത്. ഏതാണ്ട് കമാൽ ഭാഷയെന്നോ ഏതാണ്ടൊക്കെ എഴുതി വെച്ചേക്കുന്നത് മുഴുവൻ തെറ്റാണ് എഴുതി വെച്ചേക്കുന്നത്. അയാൾ നോക്കിയപ്പോൾ കൊള്ളാവുന്ന കുറേ ആളുകളുടെ പേര് എഴുതി വെച്ചു. അയാൾക്ക് കൊള്ളാവുന്നതെന്ന് തോന്നിയത് ആ കൂട്ടത്തിൽ എൻ്റെയും പേര് എഴുതിയതായിരിക്കും. എനിക്കറിയത്തില്ല. ഇനിയിപ്പം സർവീസ് സ്റ്റോറി എഴുതുന്നതിന് അപ്പുറത്ത് വേറെ എന്തെങ്കിലും ലീഗൽ സ്റ്റെപ്പോ അങ്ങനെ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ വൃത്തികെട്ട കാര്യത്തിനൊക്കെ മറുപടി പറയാൻ പോലും ഞാൻ തയ്യാറല്ല. പിന്നെ ഇത് എഴുതി വന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വരുമല്ലോ. അന്ന് തന്നെ അത് ആൾക്ക് പിന്നെ മനസ്സിലായതാണ്, പത്രത്തിലൊക്കെ വന്നു. കാരണം ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് എൻ്റെ പേരെഴുതി വെച്ചതെന്നും എന്നെ കള്ളമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയതെന്നും ഒക്കെ എഴുതി വെച്ചു. അപ്പോൾ വന്ന് അയാളുടെ പേര് കേസെടുത്തു. അങ്ങനെ അയാൾ ജയിലിൽ കിടന്നു കുറേ നാൾ. പിന്നെ കേസ് എന്തുവായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്ക് എനിക്കതിന് സമൻസ് വന്നായിരുന്നു വിസ്തരിക്കാനായിട്ട്, എന്നെ വിസ്തരിക്കാൻ.
പിന്നെ വന്നിട്ടുമില്ല. അത് മാറ്റിയെന്നും പറഞ്ഞ് പിന്നെ മജിസ്ട്രേറ്റ് ലെറ്റർ അയച്ചു. പിന്നെ ഇത് വന്നിട്ടുമില്ല. അത് ഏതാണ്ട് ഒരു 4-5 വർഷം മുമ്പാണ്. ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ആ കേസ് എന്തായെന്നും എനിക്കറിയില്ല. അയാൾ ചിലപ്പം മരിച്ചു പോയി കാണുക ചെയ്യുമായിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും. ഒരു കൊടയെന്ന് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ എനിക്കറിയത്തില്ല. അപ്പോൾ അയാൾ അങ്ങനെ ചെയ്തു വെച്ചതാണ്. അല്ലാതെ അയാൾ ഉദ്ദേശിച്ച് കുറേ പേര് എഴുതി വെച്ചു. എൻ്റെ പേര് കൂടാതെ തങ്ങൾ ഷിഹാബ് തങ്ങളുടെ പേര് അതിനകത്ത് എഴുതി വെച്ചിരുന്നു. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ എന്ത് ചെയ്ത് ബാക്കിയൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പേരിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനി അദ്ദേഹം എഴുതി ഒപ്പിട്ടതാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാനവിടെ ഇല്ല. ഞാനതിന് മീറ്റിങ്ങും പോയിട്ടില്ല. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞും കൂടാ. ഈ ട്രസ്റ്റിനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ സത്യത്തിൽ. ഇപ്പോൾ അതുണ്ടോയെന്നും അറിയാൻ വയ്യ. പിന്നെ ആ സ്ഥാപനമൊക്കെ ഏതാണ്ട് ഇല്ല പാസ്റ്ററായിട്ട് നടന്ന ബിഷപ്പോ ദിനകരനോ ആരാണ്ട് ഉണ്ടല്ലോ, അവരങ്ങാണ്ട് വാങ്ങിയതായിട്ടോ ഒക്കെ പത്രത്തിൽ ഇങ്ങനെ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വർഷം മുമ്പാണ്. ഇപ്പോൾ അതെന്തുവാന്ന് എനിക്കറിയില്ല. മാളയിലാണ്. മാള അതാ കാര്യം. സംഭവം അതാ. മാളയിലെ മീറ്റിംഗ് കുന്നംകുളമല്ല, മാളയിൽ ഞാൻ മീറ്റിംഗ് പങ്കെടുത്തെന്നങ്ങാണ്ട എഴുതി വെച്ചേ. പക്ഷേ ഞാൻ മാളയിൽ പോയിട്ട് എനിക്ക് കേരളത്തിലില്ല അന്ന്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും തള്ളുവാണ്. അയ്യോ, അതിന് തള്ളാനല്ലാതെ വേറെ എന്തായൊക്കെ ഉള്ളതെന്ന് എനിക്ക് കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ? എനിക്ക് എന്തെങ്കിലും അതിനകത്തൊരു ഗിൽറ്റി കോൺഷ്യൻസ് ഉണ്ടെങ്കിൽ ഞാനിതങ്ങ് പറയും. എനിക്ക് പറയുന്നതിന് വിഷമമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നെനിക്ക് പറഞ്ഞുകൂടെ? എന്നെ ആരും പിടിച്ച് തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെയൊക്കെ ബന്ധപ്പെടുത്തിയതെല്ലാം ഈ കേസ് വന്നതോടുകൂടിയാണ്. ഇതാണ് പ്രശ്നം. അതിന് മുമ്പ് കോഴിക്കോട് ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് ഇരുന്നപ്പോൾ എനിക്ക് വന്ന ഏതിൻ്റെ ആയിരുന്നു കേസ്, പണം പിരിക്കുക എന്തോ ഒരു 2 മുസ്ലിം സംഘടനകളാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു 2-3 കേസ് വന്നു. അത് ഓപ്പൺ കോടതിയിലായിരുന്നു. ഡിക്റ്റേഷൻ കൊടുത്ത് ഞാൻ തീർത്തതാണ്. അപ്പോൾ ആ കേസ് കഴിഞ്ഞ് ആ കേസിൽപ്പെട്ട ഒരാളാണ് എനിക്കെതിരെ ഈ കമാലിയ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് പിന്നെ പരാതി പോകുന്നത്. അത് ചേകന്നൂർ മൗലവി കേസ് കഴിഞ്ഞാണ് ആ കേസ് നടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ അങ്ങ് ശല്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഒഴിവാക്കാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. അല്ലേ എനിക്ക് വീണ്ടും കേസ് കൊടുക്കും എൻ്റെ പേര്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ആരുടെ പേരിലും കേസ് കൊടുക്കാമല്ലോ. കേസ് കൊടുത്താൽ ഈ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടവൻ പുറകെ നടക്കണ്ടേ, ഇതിൻ്റെ വേണമല്ലോ. അപ്പോൾ എനിക്കതിന് സമയം കിട്ടുന്നില്ല. അതും ബദ്ധപ്പാടുമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണത്തിന് സുപ്രീം കോടതി വരെ പോയി എൻ്റെ PF കാശ് അന്ന് പൈസയൊന്നുമില്ല അന്നത്തെ കാലത്ത്. കാരണം അന്ന് ജില്ലാ ജഡ്ജിക്കൊക്കെ അന്ന് വളരെ ശമ്പളം കുറവാണ്. ഈ കിട്ടിയതിൽ നിന്നുള്ള PF ലോണും എടുത്തുകൊണ്ടാണ് ഞാൻ ഡൽഹിയിൽ പോയത് കേസ് നടത്താൻ. ഇതാണ് സംഭവം. അങ്ങനെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനാ ഈ ഉപദ്രവം കൂടുതലും വീണ്ടും? ഇവരൊക്കെ വളരെ വലിയ പണമുള്ളവരാണ്. അവർക്ക് ഈ വ്യവസ്ഥയെ എങ്ങനെ വേണമെങ്കിലും തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാനിതിനകത്ത് പിടിച്ചാൽ നിൽക്കത്തില്ല, വലിയ പാടാണ്. അപ്പം പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അലിഗേഷൻ വരുമ്പോൾ ഹൈക്കോടതി തന്നെ ചിന്തിക്കും, ഇതെന്തുവാ വേറെ പുതിയതൊക്കെ വന്നാലും എന്ത് ചെയ്യാനൊക്കും? ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയാം, പല വിധത്തിൽ ആരോപണങ്ങൾ പറയാമല്ലോ നമ്മുടെ പേരിൽ. ആ രീതിയിലെങ്ങാനും ആയാൽ ബുദ്ധിമുട്ടല്ലേ? അത് കാരണം ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ചൊരു ഊഹം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് എഴുതി ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കൊള്ളാൻ. അതൊരു അഡ്വൈസിൻ്റെ പുറത്ത് ചെയ്തതാണ്. നന്നായി അത്. കാരണം എനിക്കതിനകത്ത് പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ചേകന്നൂരിൻ്റെ ആ തത്വങ്ങളൊക്കെ അതിനകത്തൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതൊക്കെയാണ്. അതുമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാനതൊന്നും ഇഷ്ടപ്പെടുന്ന ആളുമല്ല. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് അതേപോലെ കാരശ്ശേരി മാഷെക്കുറിച്ചും എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇന്നിപ്പം ഒരു എൻ്റെ ഒരിക്കൽ ഇവിടെ ബാർ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടിരുന്ന ആൾ വന്നിട്ട്, അദ്ദേഹം നിരീശ്വരവാദിയാണ് കേട്ടോ. അങ്ങനെ എത്തിസ്റ്റ് അവർ വന്നിട്ട് ഒരു അവാർഡ് കാരശ്ശേരി മാഷിന് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കൊടുക്കണം ഞാനെന്ന് പറഞ്ഞു. കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു കേട്ടോ. അതും ഇനിയുണ്ട്. അത് കൊടുക്കാൻ പോകുമ്പോൾ ഇനി ഞാൻ പോകാതിരിക്കാൻ ഒക്കത്തില്ല, ഞാൻ പോവും. കാരണം ഞാൻ വാക്ക് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് എനിക്കിനി വരാൻ പറ്റത്തില്ല എന്ന്, ഈ കാരണം കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് അതിന് പോകാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പോകും. എന്തായാലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയിൽ ചില പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് തിരിച്ച് തൻ്റെ സർവീസ് സ്റ്റോറിയിലും താൻ ഒഴിവാക്കി വെച്ച ചില ഭാഗങ്ങൾ കാന്തപുരത്തിനെതിരെ എഴുതുമെന്നാണ് കമാൽ പാഷ പറയുന്നത്.
ക്യാമറ പേഴ്സൺ ബേസിൽ ജോർജിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1 കൊച്ചി.